1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെ. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ആത്മീകമായ വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ ആകരുത്. ഓക്കെ? നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ? ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. അടുത്ത വാക്യം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് യേശു നമ്മുടെ കർത്താവായി മാറിയത്. എന്നാൽ യേശു നിങ്ങളുടെ കർത്താവായി മാറിയതിൻ്റെ കാരണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മതമല്ല, മനുഷ്യനല്ല, ഉപദേശിയല്ല, പ്രസംഗകനല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും. എനിക്ക് ആ വാക്ക് വളരെ പ്രയോജനമുള്ളതായി തോന്നുന്നു. ആർക്കും എന്ന പദം വരുമ്പോൾ ഞാൻ ഇന്ന മതക്കാരൻ, ഇന്ന സഭക്കാരൻ, ഞാൻ ക്രിസ്തീയ കുടുംബക്കാരൻ എന്നൊന്നും നമുക്കവിടെ പറയാനുള്ള ഒരർഹതയില്ല. കാരണം ബൈബിൾ വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിൽ അല്ലാതെ നിനക്ക് യേശുവിനെ കർത്താവായി മാറാൻ പറ്റത്തില്ല. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം? What is the cornerstone of Christian life? The cornerstone of Christian life is Jesus Christ. ക്രിസ്തീയ ജീവിതത്തിന്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? യേശുവാണ്. യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ കഴിയത്തില്ലെന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. He is the cornerstone. Amen. ആ കല്ലിന്റെ മേലാണ്, യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിന്മേലാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഒക്കെ ദൈവം പണിതുയർത്തിയിരിക്കുന്നത്. ഒരു വീട് നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ്. ഫൗണ്ടേഷൻ, അടിസ്ഥാനം നന്നായിട്ട് ഇട്ടില്ലെങ്കിൽ, അടിസ്ഥാനം നല്ലതല്ല, സ്ട്രോങ് അല്ലെങ്കിൽ മേളിലോട്ട് കെട്ടിപ്പൊക്കുന്നതിന് നിലനിൽപ്പുണ്ടാകത്തില്ല. ഹല്ലേലൂയ. മേളിലോട്ട് കെട്ടിപ്പൊക്കുന്നതിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം, കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് മതമല്ല, വളർന്ന സഭയല്ല, സംഘടനയല്ല, യേശു ക്രിസ്തുവാണ്. എന്നാൽ ആ യേശുവിനെ
നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ സാധ്യം അല്ല. ഞാൻ ഈ വിഷയത്തിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ എടുത്തു കാണിക്കുവാൻ, ദൈവാത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ, പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ എടുത്തുയർത്തി കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്നും അവരോട് പറഞ്ഞു. യേശു ഇത് ആരോടാണ് പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാരോട്. നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുവീൻ. ശിഷ്യന്മാരോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നിങ്ങൾ ഓർക്കണം, യേശു ഇത് പറയുന്നത് സാധാരണക്കാരോടല്ല, തന്നോടൊപ്പം 3.5 വർഷം ജീവിച്ചവരോടാണ്, തൻ്റെ കൈവപ്പിനാൽ താൻ വേർതിരിച്ചവരോടാണ്. നോക്കിയേ, 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് മനുഷ്യനല്ല, ദൈവപുത്രനാണ്. യേശു കർത്താവ് തിരഞ്ഞെടുത്തവരാണ് ഈ 12 ശിഷ്യന്മാർ. നിങ്ങൾ ഓർക്കുക, അവർ യേശുവിൻ്റെ കൂടെ നടന്നു, അവർ യേശുവിൻ്റെ ഉപദേശങ്ങളെ അടുക്കലിരുന്ന് കേട്ടു. ഓ മൈ ഗോഡ്, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുക. അവർ 3.5 വർഷം, ഏകദേശം 1200-ലധികം ദിവസങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിനോടൊപ്പം ഇരുന്നു. യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ അവർ ഒപ്പം നിന്ന് കൂടെ നിന്നവർ കണ്ടു. നമ്മളെ പോലെ അല്ലവർ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നൊരു അന്ധൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ ആ അന്ധന്റെ കണ്ണിനെ യേശു കർത്താവ് തുറക്കുന്നത്, ഇല്ലാത്ത കണ്ണുണ്ടായി വരുന്നത് കൂടെ നിന്നവർ കണ്ടു. 5 അപ്പവും 5 യവത്തപ്പവും 2 മീനും ഒരു കൊട്ടയ്ക്കകത്ത്, ഒരു ചെറിയ വട്ടിക്കകത്ത് എടുത്ത് യേശു കയ്യിൽ പിടിച്ചിരിക്കുന്നത് അവർ കണ്ടു. അത് ഉയർത്തി പ്രാർത്ഥിച്ച് വിളമ്പുമ്പോൾ അത് 10,000-ആയി വർദ്ധിക്കുന്നത് അവർ കണ്ടു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സ്നേഹിതനായ ലാസർ, അവൻ ദീനമായി കിടക്കുന്ന വാർത്ത അവരറിഞ്ഞു. അതേ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അവനെ അടക്കിയിരുന്ന കല്ലറയിൽ അവൻ നാറ്റം വമിച്ച് കല്ലറയ്ക്കകത്ത് ശരീരം പൊട്ടിയളിഞ്ഞ് പുഴുവിറങ്ങിയ പരുവത്തിലിരുന്ന ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ നസറായൻ വന്ന് നിന്ന്, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസം മുമ്പ് അടക്കിയ ഡെഡ് ബോഡി എഴുന്നേറ്റ് നടന്നു വരുന്നത് അവർ കണ്ടു. Think about the disciples. 12 പേരോടൊപ്പം 13-ാമനായി നീയും കൂടെ ആ കൂട്ടത്തിൽ അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ആശ്ചര്യം എന്തായിരുന്നു? ഹല്ലേലൂയ. അവർ കണ്ടതിന്റെ അത്രയും, ഈ 12 ശിഷ്യന്മാർ കണ്ടതിന്റെ അത്രയും മിറക്കിൾസ് ആര് കണ്ടിട്ടുണ്ട്? കടലിന്റെ മുകളിൽ നടക്കുക എന്നതിനപ്പുറമായി, കടലിന്റെ തിരയാഞ്ഞിളകി വരുമ്പോൾ ഒരു സുനാമി അടിച്ചാൽ അതിന്റെ മുമ്പിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യനെ കടലിന്റെ മുകളിലൂടെ അവൻ പത്രോസിനെ നടത്തി. മരിച്ചവരെ യേശു ഉയർപ്പിക്കുന്നത്
100 മീറ്റർ മാറി നിന്നല്ല, 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്നല്ല, പവർ വിഷനിലും ഹാർവസ്റ്റ് ടിവിയിലുമല്ല, കൂടെ നിന്നവർ കണ്ടു. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടതല്ല, ഒപ്പം നിന്നവർ കണ്ടു. യേശുവിന്റെ ഉപദേശങ്ങൾ ലൈവായി അവർ കേട്ടു. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടവർ കണ്ടു. കിണറ്റിൽ നിന്ന് കോരി ഒഴിച്ച പച്ചവെള്ളത്തിന്റെ നിറം മാറുന്നത് അവർ കണ്ടു. അവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ശിഷ്യന്മാർക്ക് യേശു ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്ത, യേശു കർത്താവ് വിളിച്ച് വേർതിരിച്ച, ഒപ്പം കൂടെ നടന്ന, കൂടെ നിന്ന് അത്ഭുതങ്ങൾ കണ്ട, സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ സ്വർഗത്തിലേക്ക് ഫ്ലൈറ്റും ജെറ്റും ബോർഡിംഗ് പാസും പാസ്പോർട്ടും പാരച്യൂട്ടും ഇല്ലാതെ മലമുകളിൽ നിന്ന കർത്താവ് മുകളിലേക്ക് ഉയർന്നു പോയി മേഘങ്ങളിൽ മറയുന്നത് അവർ കണ്ടു. ആ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഈ വചനത്തിൽ നിന്ന് പറയട്ടെ, ശിഷ്യന്മാർക്ക് ഇത്ര പദവിയുള്ള, കർത്താവ് വിളിച്ച് വേർതിരിച്ച, ഒപ്പം നിന്ന ശിഷ്യന്മാർക്ക് ഇതാവശ്യമായിരുന്നെങ്കിൽ നമുക്കെത്രയധികം. ഹല്ലേലൂയ. അവർക്ക് ദൈവാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാമെന്നുള്ള ചിന്ത തെറ്റാണ്. നിങ്ങളുടെ ഇന്റിമസി ദൈവാത്മാവിനോടായിരിക്കണം. കാരണം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു 12-ാം അധ്യായത്തിൽ, ആത്മാവിൻ്റെ ഗിഫ്റ്റ്, ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, അത് പ്രയോജനമുള്ള ഒന്നാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, പ്രയോജനമില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ട്. പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളുടെയും പുറകിൽ നമ്മൾ വെറുതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നിനെ ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്. എത്രയോ ദിവസങ്ങൾ യൗവനക്കാർ ഇവിടെ ഉണ്ടല്ലോ, മാതാപിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കിയേ, ഈ ഒരു ആയുസ്സിൽ, ഈ ഒരു ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത എത്രയോ കാര്യങ്ങളുടെ പിറകിൽ ഇറങ്ങിപ്പോയി സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രയോജനമില്ലാതെ പോയി വെറും വേസ്റ്റായി പോയി എത്രയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ആത്മാവിന്റെ ഒരു ഗിഫ്റ്റ് വന്നു വീണാൽ, nobody can stop you. 9 എണ്ണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരെണ്ണം നിന്റെ മേളിൽ വന്നാൽ, ഇന്ന് പകൽ അവന്റെ കൃപയിൽ ഒന്ന് നിന്റെ കുടുംബത്തിൽ വന്നാൽ, അവന്റെ കൃപയിൽ ഒന്ന് നിന്റെ തലമുറയുടെ മേൽ വന്നാൽ, അവന്റെ ഒരു ടച്ച്, the one touch of Holy Spirit will change you completely. How many people believe that word? The one touch of Holy Spirit, the one gift of Holy Spirit will change you. You will never be the same again. It is important. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നവരുടെ എണ്ണങ്ങൾ കുറയുന്നു. What's the reason? The thing is, അതിന്റെ കാരണം, ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഇന്റിമസി ഇല്ലാത്ത ഒരാൾക്ക് അവനെ കുറിച്ച് പറയാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മാവുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് അവനെ കുറിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ പറ്റൂ, കെമിസ്ട്രി അറിയാവുന്നവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റൂ, ഹിന്ദി അറിയാവുന്നവനെ ഹിന്ദി പഠിപ്പിക്കാൻ പറ്റൂ. ആത്മാവുമായി ബന്ധമുള്ളവന് മാത്രമേ ആത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ. കരങ്ങൾ അടിച്ചു വായികൾ തുറന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. I am speaking about the Holy Spirit because I am the man of Holy Spirit. Hey, come on church.
ഈ ദൈവസഭ വളർന്നത് ഒരുത്തന്റെ കഴിവല്ല, അഭിഷേകമാ, പരിശുദ്ധാത്മാവാ, ദൈവത്തിന്റെ കരമാ. ഞാൻ ചോദിക്കുന്നു എന്നോട് 17-ാമത്തെ വയസ്സിൽ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, അവൻ എന്റെ മേൽ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ എന്തിനു കൊള്ളായിരുന്നു? ഇതേ ദൈവാത്മാവ് നിന്റെ മേൽ വന്നില്ലായിരുന്നെങ്കിൽ ശത്രു നിന്നെ തകർത്തെറിഞ്ഞേനെ. We need the Holy Spirit. Come on, church. We need that. We need His power. We need His skill. Holy Ghost, impact here, Lord. യേശുവിനെ എൻ്റെ കർത്താവാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ ആത്മാവാകുഞ്ഞേ. യേശു പറഞ്ഞ ഒരു വചനം is the word. John chapter 15 verse 26, യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. നെക്സ്റ്റ് വേർഡ്. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുക കൊണ്ട് സാക്ഷ്യം പറയുവീൻ. പരിശുദ്ധാത്മാവ്, സത്യാത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച്, യേശു പറയുകയാണ്, യേശുവിൻ്റെ കരം, can you please imagine that? അങ്ങനെ ചിന്തിച്ച്, യേശുവിൻ്റെ കരം യേശു തന്നെ നെഞ്ചത്ത് വെച്ച് പറയുന്നു, അവൻ എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. എന്തുവാ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞ വാക്കെന്നാ ബ്രദർ? പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് നിങ്ങളോട് എന്ത് പറയും? സാക്ഷ്യം പറയും. സാക്ഷ്യം പറയാന്ന് പറഞ്ഞ എന്നാ? സാക്ഷി എന്ന് പറഞ്ഞ എന്നാ? ആ കാര്യം കണ്ട, അത് കേട്ട, അതറിഞ്ഞ ആളാണ് സാക്ഷി. ആ കൊലപാതകം കണ്ട ആ വ്യക്തിയാണ് അതിൻ്റെ സാക്ഷി. ആ അപകടം കണ്ട, കേട്ട, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആ വ്യക്തിയാണ് അതിൻ്റെ സാക്ഷി. യേശു എന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച്, യേശുവിനെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് ഉളവായി വന്നതല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവനാണ്. അപ്പൊ ഓർക്കണം, ഹോളി സ്പിരിറ്റ് ഈസ് റെപ്രസെന്റിങ് ഇൻ ഹെവൻ. ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹലോ, പരിശുദ്ധാത്മാവ് യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇനി നിങ്ങൾ അതിൽ നിന്ന് കേൾക്കുക, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു കാറ്റല്ല, നിങ്ങളെ കുലുക്കാൻ വരുന്ന എന്തോ ഒരു ശക്തി മാത്രമല്ല. ഹു ഈസ് ഹോളി സ്പിരിറ്റ്? ഈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവമാണ്. സംശയമുണ്ടോ? ശമരിയക്കാരി സ്ത്രീയോട് യേശു എന്താ പറഞ്ഞേ? ദൈവം ആത്മാവാകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും അതൊരു ആവിയാണ്, അല്ലെങ്കിൽ അതൊരു കാറ്റാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം, ഒരു സംഭവം. നമ്മുടെയൊക്കെ മലയാളികളുടെ, നമ്മുടെയൊക്കെ സംസാര ശൈലികൾ, അത് ഭയങ്കര ഒരു സംഭവമാണ്. അതങ്ങനെ ഒരു സംഭവമൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഈസ് എ പേഴ്സൺ. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്, ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ യേശു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും
നാമത്തിൽ, പേരിൽ. ഹല്ലേലൂയ. ഈസ് ദ പേഴ്സൺ. അതുകൊണ്ടാണ് പലയിടത്തും പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു സംബോധന ചെയ്യുന്ന ആ ശൈലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ വരുമ്പോൾ, അവള് വരുന്നു, അവൻ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആവിയാണോ? ഈസ് എ പേഴ്സൺ. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം തരും. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവർ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു, അവൻ അവർക്ക് ശത്രുവായി തീർന്നു. യേശു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ശരീരമില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത ഒന്നിനെ എങ്ങനെ ദുഃഖിപ്പിക്കാൻ പറ്റും? ഈസ് എ പേഴ്സൺ. പിതാവിനെ പോലെ ബി വൺ. ത്രിയേക ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ ഹോളി സ്പിരിറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അതുവരെ ഈ ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളും, പുതിയ നിയമത്തിലെ പല സംഭവങ്ങളും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഒരു കഥ പോലെ. ലാസറിന്റെ കഥ, സക്കായിയുടെ കഥ, യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച കഥ, യേശു ഭൂതങ്ങളെ പുറത്താക്കിയ കഥ, എല്ലാം ഒരു കഥ പോലെ എനിക്കറിയാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നപ്പോൾ ഇതെനിക്കൊരു യാഥാർത്ഥ്യമായി മാറി. യേശു ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ഭൂതത്തെ പുറത്താക്കിയ കഥ ഒരു കഥ പോലെ പഠിച്ച എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകാൻ തുടങ്ങി. What is the reason? The reason is Holy Spirit. Hallelujah. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നതാണ്. നിങ്ങൾക്കറിയുമോ, ഈ ബൈബിൾ എഴുതിയത്, ഈ ബൈബിളിന്റെ പിന്നിൽ ചലിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. മനുഷ്യൻ പരിശുദ്ധാത്മ പ്രേരിതനായി എഴുതിയതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അപ്പോൾ ഈ ബൈബിൾ എഴുതുവാൻ, ദൈവത്തിന്റെ വചനം പുറത്തു കൊണ്ടുവരുവാൻ, ഈ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഇതിന്റെ പിന്നിൽ ചലിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? നിങ്ങൾ കോളേജിൽ പഠിച്ചവരാണ്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചവരാണ്. ഞാൻ ചോദിക്കട്ടെ, മലയാളം പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകന് ഒരിക്കലും നിന്നെ ഫിസിക്സ് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. ഇംഗ്ലീഷ് പ്രൊഫസർ സംസ്കൃതം പഠിപ്പിച്ചാൽ ശരിയാകത്തില്ല. സംസ്കൃതം പഠിപ്പിക്കേണ്ട ആള് സംസ്കൃതം പഠിപ്പിക്കണം. ഇംഗ്ലീഷ് പ്രൊഫസർ ഇംഗ്ലീഷേ പഠിപ്പിക്കാവൂ. അങ്ങേരുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവനെ രക്ഷപ്പെടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം എഴുതിയത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതേ പരിശുദ്ധാത്മാവിന് മാത്രമേ നിനക്കിത് വെളിപ്പെടുത്തി തരാൻ കഴിയുകയുള്ളൂ. നീ പോകുന്ന സ്ഥലത്ത്, നീ പോകുന്ന ആരാധനയിൽ, നീ പോകുന്ന ഇടത്ത് ദൈവത്തിന്റെ ആത്മാവിന് സ്ഥാനമില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തിനും ഈ പുസ്തകത്തിലെ ഒരക്ഷരം അറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് എത്യോപ്യയിലെ ഭരണാധികാരി ഷണ്ണൻ, കാര്യവിചാരകൻ, ഫൈനാൻസ് മിനിസ്റ്റർ, എത്യോപ്യയിലെ ഫൈനാൻസ് മിനിസ്റ്റർ ഫിലിപ്പോസിനോട് പറയുകയാണ്. ഫിലിപ്പോസ് അവനോട് ചോദിച്ചു, അവൻ തേരിൽ പോകുമ്പോൾ, നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഫിലിപ്പോസ് ചോദിക്കുകയാണ് ഫൈനാൻസ് മിനിസ്റ്ററോട്, ആ രാജ്യത്തിലെ ധനകാര്യ മന്ത്രിയോട്. തേരിനകത്ത് പോകുമ്പോൾ ചേർന്ന് നടന്ന് ചോദിക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് നീ വായിക്കുന്നത്, പക്ഷേ നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ആ സമയത്ത് ആ ഫൈനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി എന്താ പറഞ്ഞേ? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാനില്ലാതിരുന്നാൽ ഞാൻ ഇതെങ്ങനെ ഗ്രഹിക്കും? ഈ പുസ്തകം ചുമ്മാ വായിക്കുന്നതിനൊന്നും പിടികിട്ടുകയില്ല. എന്നാൽ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് പ്രസംഗിക്കണോ? 2017 എന്ന വർഷത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ള ചിലതിനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് പ്രസംഗിക്കണോ? നിനക്ക് ശുശ്രൂഷിക്കണോ? നിനക്ക് വചനം പഠിപ്പിക്കണോ? Only one person will teach you. That person is Holy Spirit.
author and the teacher of the Holy Bible. Without him, you can do nothing. അതുകൊണ്ടാണ് ഇത്രയും ശക്തന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ, മോനെ 3.5 കൊല്ലം കൂടെ നടന്നതുകൊണ്ടോ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വരെ കൂടെ നിന്ന് കണ്ടതുകൊണ്ടോ ഞാൻ കൈവച്ചത് കൊണ്ടോ അത്ഭുതം കണ്ടതുകൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകത്തില്ല. മത്തായിയും കൂടെ നിന്ന അന്ത്രയോസും ഒക്കെ അപ്പം വർദ്ധിക്കുന്നത് കണ്ടോ? കണ്ടില്ലേ? തോമസ്, യേശുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ ശിഷ്യനായ തോമസ് ലാസറിനെ യേശു ഉയർപ്പിക്കുന്നത് കണ്ടോ? കണ്ടു. പക്ഷേ ഇതേ ശിഷ്യന്മാർ യേശുവിനെ പടയാളികൾ പിടിക്കാൻ വന്നപ്പം പത്രോസ് തന്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളെടുത്ത് ഒരൊറ്റ വെട്ടി. കഴുത്തെ വെട്ടിയതാ, ചെവിയല കൊണ്ടേ. അത്ഭുതം കണ്ടവനാ, കടലിന്റെ മുകളിലൂടെ നടന്നവനാ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന കണ്ടത്. പക്ഷെ കലിപ്പ് വന്ന അവൻ വെട്ടിയിരിക്കും. അവന്റെ ദേഷ്യത്തിന് മാറ്റം ഉണ്ടായിരുന്നോ? അവര് ഭയമുള്ളവരായിരുന്നു. ഇത്രയും അത്ഭുതം കണ്ടവർ. സിസ്റ്ററെ, പച്ചവെള്ളം മുന്തിരിച്ചാറാകുന്നത് കണ്ടവൻ കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഏയ് ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല, എനിക്ക് അവനെ അറിയില്ല. വാട്ട്സ് ദ റീസൺ? എന്നാ കേട്ടോ, അവര് ഭയമുള്ളവരായിരുന്നു, അവര് ദേഷ്യമുള്ളവരായിരുന്നു. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട് ഇത്രയും ശുശ്രൂഷ ചെയ്തവർ സാഹചര്യം വന്ന വെട്ടും, കാല് വാരും, എന്തും ചെയ്യും. പക്ഷേ ഇതേ ശിഷ്യന്മാരുടെ മേളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റ് അവരുടെ മേലടിച്ചു. പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. അവരോരോരുത്തൻ അന്യഭാഷയിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. 12 വയസ്സ് പ്രായമുള്ള കൊച്ചു പെൺകൊച്ചിന്റെ മുമ്പിൽ വെച്ച്, ഒരു 12 വയസ്സുകാരിയുടെ മുമ്പിൽ വെച്ച് മുട്ടിടിച്ചവൻ, സന്നിധി സംഘങ്ങളും റോമ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്നവരും മതപുരോഹിതന്മാരും കയറി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവനെ എന്റെ പിതാവ് ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. 12 വയസ്സുള്ള പെങ്കൊച്ചിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞാണയിട്ട് പ്രാഗിയവൻ, മുട്ടിടിച്ചവൻ, ഇത്രയും ജനക്കൂട്ടം ഒന്നിച്ചു വന്ന് വിരൽ ചൂണ്ടുമ്പോഴും മതപുരോഹിതന്മാരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നസ്രയനെ കുറിച്ച് പറയാനുള്ള ആമ്പ്, ശക്തി, ബലം അവന്റെ മേൽ വന്ന ഒരു അഭിഷേകമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നു, ആത്മാവിന്റെ ഗിഫ്റ്റ് പ്രയോജനമുള്ളതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രയോജനമുള്ളവനെ നിങ്ങൾ പ്രാപിക്കണം. ഞാൻ ഈ മീറ്റിംഗിൽ നിങ്ങളോട് പറയട്ടെ, ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ തേഴ്സ്റ്റ് ആണ്. ആ അഭിഷിക്ത സ്റ്റേജിലേക്ക് വരുമ്പം, ആ ദൈവദാസൻ വചനം പ്രസംഗിക്കുമ്പം നിന്റെ അകത്ത് ദാഹമാ. ആരാ പ്രസംഗിക്കുന്നെന്നുള്ളതിലല്ല ഇവിടെ വിഷയം, എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്നുള്ളതിലാ കാര്യം. യേശു അതല്ലേ പറഞ്ഞേ, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. അവന്റെ മുകളിലേക്കാണ് ഈ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടു വരുന്നത്. ആ ദാഹം, ആ തേഴ്സ്റ്റ് ഏലീശായുടെ ദാഹമാ. ഏലിയാവ് പലപ്പോഴും ഏലീശായെ പലയിടത്തും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഏലിയാവ് പലപ്പോഴും ഏലീശായോട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കൂടെ ബഥേലിൽ വരണ്ട, നീ എൻ്റെ കൂടെ യാത്ര ചെയ്യണ്ട.
നീ ഇവിടെ കാണും നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന്റെ തേസ്റ്റ് അവൻ പറഞ്ഞു, യജമാനനെ എന്റെ ജീവനാണ്, യഹോവയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും ആത്മനിയോഗത്തിൽ നിന്ന് പറയട്ടെ, നിന്റെ അകത്ത് കുറഞ്ഞു പോയ ആ ആത്മദാഹം, നിന്റെ അകത്ത് നഷ്ടപ്പെട്ട ആ കൊതി, നിന്റെ അകത്ത് നഷ്ടപ്പെട്ട ദൈവാത്മാവിനോടുള്ള ആ ഒരു കൊതി, ആഗ്രഹം ഇന്ന് പകൽ വർദ്ധിച്ചു വരട്ടെ. എന്തോ ഒന്ന് പിടിച്ചെടുക്കാനുള്ള, എന്തോ ഒന്ന് പ്രാപിച്ചെടുക്കാനുള്ള ഒരാഗ്രഹം നിന്റെ അകത്ത് വർദ്ധിക്കട്ടെ. അത് നിന്റെ ആരാധനയിൽ വെളിപ്പെടട്ടെ, അത് നിന്റെ കൈകൊട്ടിൽ വെളിപ്പെടട്ടെ, അത് നിന്റെ അധരത്തിൽ വെളിപ്പെടട്ടെ, അത് നിന്റെ സ്തുതികളിൽ വെളിപ്പെടട്ടെ, അത് നിന്റെ അന്യഭാഷയിൽ, നിന്റെ ഓരോ മൂവ്മെന്റിലും അത് വെളിപ്പെടട്ടെ. I'm telling you, ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴേ ഡോക്ടർ ചോദിക്കും, നമ്മൾ പറയും നമുക്ക് തലവേദനയാ, നടുവേദനയാ, കൈവേദനയാ, ഡോക്ടറെ എന്തുവാന്ന് അറിയത്തില്ല, എൻ്റെ ശരീരം മുഴുവൻ എനിക്ക് അസ്വസ്ഥതയാ. ഇതെല്ലാം ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഡോക്ടർ ചോദിക്കും, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? വിശപ്പുണ്ടോ? കഴിക്കുന്നത് ഒമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. വിശപ്പുണ്ടോ? നല്ലതായിട്ട് ഡൈജഷൻ നടക്കുന്നുണ്ടോ? ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കുടിക്കണം. അപ്പം ദാഹം ഉണ്ടല്ലേ? ഉണ്ട്. വിശപ്പിന് കുറവ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ആൾ ആരോഗ്യമുള്ളവനാ, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സ്കാനിങ് ഒന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. യോ, എനിക്ക് വിശപ്പില്ല ഡോക്ടറെ, എനിക്കൊന്നും കഴിക്കാൻ വയ്യ ഡോക്ടറെ, എനിക്ക് ആഹാരം എടുക്കാൻ വയ്യ ഡോക്ടറെ. പെട്ടെന്ന് ഇവനെ കൊണ്ടുപോയി ഒരു അൾട്രാസൗണ്ടും ഒരു എൻഡോസ്കോപ്പി എടുക്കാൻ പറയും. എന്താ റീസൺ? വിശപ്പില്ലെങ്കിൽ, ഫുഡ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ മരണവാതിലിനോട് പ്രവേശിച്ചപ്പോൾ എനിക്ക് സകല ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. ഇത് തന്നെ ആത്മീയത്തിലും, ഇത് തന്നെ ആത്മീയത്തിലും ആത്മാവിനോടുള്ള വിശപ്പ്, ദാഹം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഏകദേശമൊക്കെ നീ ആത്മീയമായി ചത്തു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതങ്ങ് കംപ്ലീറ്റ് ആവും. എന്നാൽ അഭിഷേകത്തിന്റെ ഒരു തുള്ളി, ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അംശം എവിടെയും വീഴുമ്പം അതിനകത്തേക്ക് ഓടിക്കയറുന്ന ഒരു കൂട്ടമുണ്ട്, അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഓ, ആ അഭിഷേകത്തിന്റെ കൈ എന്റെ മേളിലൊന്ന് വെച്ചിരുന്നെങ്കിൽ, ആ മനുഷ്യന്റെ ഒപ്പം ഒന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ വചനം എന്റെ ജീവിതത്തിൽ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, അപ്പാ ഇന്ന് ഈ അഭിഷിക്തൻ പ്രസംഗിക്കുന്ന വചനങ്ങളെ എനിക്കൊന്ന് ഏറ്റെടുക്കണം, അതിനിൽ സംഭവിക്കണമെന്ന ആത്മദാഹമുണ്ടോ? ഞാൻ പറയുന്നു, ആരോഗ്യമുള്ള ഒരു ആത്മീയ ജീവിതം നിനക്കുണ്ടാകും. ആരോഗ്യമുള്ള ഒരു ആത്മീയ ജീവിതം. Hallelujah. We need the healthy church. We need the healthy ministers. ആരോഗ്യമുള്ള ശുശ്രൂഷകർ. എന്തോ ആരോഗ്യമാ? ഭക്ഷണം കഴിച്ചതിന്റെ ആരോഗ്യമല്ല, ആത്മാവിന്റെ ബലം. Your inner man. പൗലോസ് പട്ടിണി കിടന്നിട്ടുണ്ട് കേട്ടോ ബ്രദർ, അടിയേറ്റിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. റോമ കാരാഗ്രഹത്തിൽ 3 കൊല്ലം ഞാൻ ആ ജയിലിൽ പോയി കണ്ടു. റോമിൽ പോയപ്പം ഒരു മനുഷ്യന് നൂന്ന് നിൽക്കാൻ പറ്റുകയില്ല, കുനിഞ്ഞു നിൽക്കണം ഇങ്ങനെ. എന്നാലും ആ കല്ലിന്റെ പുറത്ത് കയറിയിരുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതുകയുണ്ടായി, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. ആഹാരമില്ല, പട്ടിണിയാ, ഉപവാസ, പ്രതിസന്ധിയാ. പക്ഷേ പൗലോസ് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയട്ടെ, എന്റെ പുറമേ ഉള്ളവൻ, ഈ ശരീരം നാൾക്കുനാൾ ക്ഷയിച്ചാലും എന്റെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കരുത്. 2 കൊരിന്ത്യർ 13:14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. May the grace of Jesus Christ and the love of God
and the fellowship of Holy Spirit. പൗലോസ് എഴുതിയ ലെറ്ററുകളാണല്ലോ ലേഖനങ്ങൾ. സഭയ്ക്ക് വേണ്ടി എഴുതിയ ലെറ്ററുകളാണ്. ഒരു കത്ത് എഴുതി തുടങ്ങി വന്നിട്ട് ആ ലെറ്റർ അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, വാചകം. പൗലോസ് തന്റെ ലേഖനങ്ങളെല്ലാം, മിക്ക ലേഖനങ്ങളും അവസാനിപ്പിക്കുന്നത് ഈ ഒരു വാചകം പറഞ്ഞാണ്. ആ കത്ത് അവസാനിപ്പിക്കുന്ന ആ ഭാഗം, അവസാന വേർഡ്, that is important. ഒരു ലെറ്റർ എഴുതി നിർത്തുന്ന വരികളില്ലേ? അപ്പൊ എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്നവരുണ്ട്. അവരാദ്യം ഒരുപാട് കാര്യങ്ങൾ, അവരുടെ വിഷയങ്ങളെല്ലാം എഴുതും, ഫില്ല് ചെയ്യും. പക്ഷേ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, മക്കൾക്ക് എല്ലാം എഴുതും. പക്ഷെ ഏറ്റവും അവസാനം അവർ നിർത്തും. പക്ഷേ ഈ വരുന്ന 28-ാം തീയതി ഞായറാഴ്ച ഞാൻ കൊട്ടാരക്കര ചർച്ചിൽ വരുന്നുണ്ട്, ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. കത്ത് നിർത്തുന്നു എന്ന് സ്നേഹത്തോടെ. കണ്ടോ, അവസാനം എഴുതി വെക്കുന്ന വാചകം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വാക്കായിരിക്കും. പൗലോസ് തന്റെ ലേഖനങ്ങളെല്ലാം നിർത്തുന്നത് എങ്ങനെയാണെന്നറിയാവോ? പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഫെലോഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ചോദിക്കുന്നു ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും, പിതാവിന്റെ സ്നേഹം അനുഭവിച്ച എത്ര പേര് ഇവിടെ ഉണ്ട്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെയുണ്ട്? ഇതുവരെ നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. നിങ്ങളുടെ അപ്പനേക്കാൾ, നിങ്ങളുടെ അമ്മയേക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, മറ്റെല്ലാരെക്കാളും അധികം തൻ്റെ ഏക മകനെ നിങ്ങൾക്ക് വേണ്ടി തന്ന, തൻ്റെ സ്വന്തം പുത്രനെ നിങ്ങൾക്ക് വേണ്ടി തരാൻ മടി കാണിക്കാഞ്ഞ സ്നേഹമുള്ള ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, പുത്രനായ യേശുവിന്റെ കൃപ. ഒന്ന് നിങ്ങൾ ആ വാക്ക് തരണം. The love of Father. Second thing, the grace of Jesus. കുത്തി ഒഴുകുന്ന വെള്ളം പോലെ, കുത്തി ഒഴുകുന്ന വെള്ളം പോലെ ഒഴുകുന്ന ഈ ലോകത്ത് അങ്ങോട്ട് നിന്ന് കൊടുത്താൽ മതി, പാപം നിന്നെ അടിച്ചോണ്ട് പൊക്കോളും. ഇങ്ങനെ കുത്തി ഒഴുകുന്ന വെള്ളം പോലെ ഒഴുകുന്ന തിന്മയുള്ള ഈ ലോകത്ത് ഞാൻ ചവിട്ടി നിൽക്കുന്ന ഒരു ഗ്രിപ്പുണ്ട്. അതാ അവന്റെ കൃപ. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഒരു ഗ്രിപ്പ്. That grip is Jesus. That grip is His grace. That grip is His grace. അതാ അവന്റെ കൃപ. എന്റെ കഴിവിനാലല്ല, എന്റെ ബലത്താലല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ സാമർഥ്യമല്ല, എന്റെ പഠിത്തമല്ല. ആൾക്കാരൻ എന്നെ ബഹുമാനിക്കുന്നത് എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, അവന്റെ കൃപയാ. ഇങ്ങനെയുള്ള വേദികളിൽ നിൽക്കുന്നത് അവന്റെ കൃപയാ. ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് എന്റെ ഡോക്ടറേറ്റ് കൊണ്ടല്ല, അവന്റെ കൃപയാ. ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ നന്മകൾ എത്ര പേർ പറയും? His grace. വാഹനമോടിച്ച് ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴും, ഇവിടുന്ന് എറണാകുളം വരെ പോയാൽ എങ്ങനെയായാലും 2-ൽ കുറഞ്ഞ ആക്സിഡന്റുകൾ കാണാം. അയലോക്കത്തെ കരിങ്കൊടി കുത്തിയപ്പോഴും സ്തോത്രം, നിന്റെ കൂട്ടുകാർ പലരും ഈ സമയം എത്താതെ പോയപ്പോഴും, ബൈക്ക് ഓടിച്ചോണ്ട് പോയ, കാർ ഓടിച്ചോണ്ട് പോയ പലതും തിരിച്ച് വീട്ടിൽ വരാതെ മോർച്ചറിയിൽ എത്തിയപ്പോഴും, നീ ഇന്നിവിടെ വന്നിരിക്കുന്നത് അവന്റെ കൃപയാന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, അവന്റെ കൃപയാണെന്ന് സമ്മതിക്കാൻ കഴിയുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ, അവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. അവരുടെ കൈത്താള ശബ്ദം സ്വർഗം കേൾക്കട്ടെ. ടിനു പാസ്റ്റർ പറഞ്ഞോണ്ടല്ല, ഇത് ഞാൻ അനുഭവിക്കുന്ന സത്യമായത്. Because of His love and grace. എന്റെ പിതാവേ, നിന്റെ സ്നേഹം, ഓ മൈ ഗോഡ്, എന്റെ കർത്താവായ യേശുവേ, നിന്റെ കൃപ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച വ്യക്തി, പുത്രന്റെ കൃപയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തി,
പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുള്ളവനായിരിക്കണം. വാട്ട്സ് ദ മീനിങ് ഓഫ് ഫെലോഷിപ്പ് ബ്രദർ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ? പാസ്റ്റർ ജിജിയുടെ കൂടെ എനിക്ക് നല്ലൊരു കൂട്ടായ്മ കിട്ടി എന്ന് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിയുമായി എനിക്കൊരു ഫെലോഷിപ്പ് വേണം. ഈ മനുഷ്യൻ അമേരിക്കയിലും ഞാൻ നൈജീരിയയിലും ഇരുന്നാൽ അത് കൂട്ടായ്മയാവോ? പറ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് അത് കൂട്ടായ്മയാവോ? പറ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നോട് പറയുമ്പോൾ, എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളെ ഞാൻ കേൾക്കുമ്പോൾ, എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ, ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതല്ലേ കൂട്ടായ്മ? അങ്ങനാണെങ്കിൽ പൗലോസ് പറയുന്നു, നിനക്ക് പരിശുദ്ധാത്മാവുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകണം. Must you need the fellowship with Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ട് എന്നാ വേണം? പറ. Must we need the fellowship. കൂട്ടായ്മ ഉണ്ടാകണം. ഒരു സാരി മേടിക്കാൻ പോകുമ്പം, ഒരു ഷർട്ട് എടുക്കുമ്പം, എന്തിനാ പറയുന്നത്? ഒരു വഴിക്കോട്ട് ഇറങ്ങുമ്പോൾ എന്തേലും ഒരു കാര്യം വരുമ്പം, പരിശുദ്ധാത്മാവേ, ഇത് എനിക്കുള്ളതാണോ? ഇതെൻ്റേതാണോ? ഇത് ഞാൻ എടുക്കുന്നത്, ഉപയോഗിക്കുന്നത് നിനക്ക് പ്രസാദമാണോ? കർത്താവിൻ്റെ ആത്മാവേ, ഇത് ഞാൻ കാണുന്നത്, ഇത് എഗ്രി ചെയ്യുന്നത്, ഈ മീറ്റിംഗ് എടുക്കുന്നത്, ഈ സ്ഥലത്തേക്ക് പോകുന്നത്, ആ കാര്യം ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ എന്ന് ദൈവാത്മാവിനോട് ചോദിച്ച് അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഒരനുഭവമാണ് അവനോടുള്ള കൂട്ടായ്മ. എത്രയോ വാക്യങ്ങൾ അതിന് തെളിവായിട്ടുണ്ടെന്നറിയാമോ? അപ്പോസ്തലന്മാർ ആസിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി ശുശ്രൂഷിക്കാൻ. ആസിയ എന്ന സ്ഥലത്ത് പോകാനായി, ശുശ്രൂഷയ്ക്ക് പോകാനായി അവർ ഇറങ്ങുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നു, ആസിയയിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. വീട്ടിൽ പുറകെ നിൽക്കുന്ന കാരണവർ അപ്പച്ചൻ പറയത്തില്ല, എടാ ഇറങ്ങി പോരുത് അങ്ങോട്ട് എന്ന് പറയുന്നത് പോലെ നിന്നെ നയിക്കണ്ട, നിന്നെ വിടണ്ട, വിളിക്കേണ്ട, നിന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട വ്യക്തിത്വമാണ് ദൈവത്തിന്റെ ആത്മാവ്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? We need the fellowship. മക്കളെ, ഇന്ന് സഭകൾ ഒത്തിരി വർദ്ധിച്ചു, പണം പലർക്കും വർദ്ധിച്ചു, പദവികൾ വർദ്ധിച്ചു, കഴിവുള്ള ഒത്തിരി ആൾക്കാരെ നമുക്കിന്ന് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ചില സഭകളുടെയൊക്കെ ബിൽഡിംഗ് കണ്ടാൽ, ഓ മൈ ഗോഡ്, നമ്മൾ വിചാരിക്കും ദാറ്റ്സ് ലൈക്ക് എ ഹെവൻ. പക്ഷെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യം എന്താന്ന് പറയട്ടെ? പൈസയല്ല. ഹല്ലേലൂയ. പല സഭകളിലും വിശ്വാസികളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, ഉപദേശിമാരിൽ, പാസ്റ്റർമാരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിതാവിന്റെ സ്നേഹമല്ല, പുത്രന്റെ കൃപയല്ല, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ്. ദൈവത്തിന്റെ ആത്മാവുമായി സഹകരിക്കുന്നവരുടെ എണ്ണം കുറവായിന്ന്. ഹല്ലേലൂയ. പക്ഷേ ഈ ഒരുത്തൻ ഇവിടെ നിന്ന്, ഈ സ്റ്റേജിൽ നിന്ന് സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തിലും നിങ്ങളുടെ പദവിയിലും നിങ്ങളുടെ കഴിവിലും നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങൾക്ക് കൂട്ടായ്മ വേണ്ടത് ദൈവാത്മാവുമായിട്ടാണ്. പിതാവിന്റെ സ്നേഹം അനുഭവിച്ചവർ, പുത്രന്റെ കൃപയിൽ നിൽക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവാത്മാവിനോടുള്ള കൂട്ടായ്മ എന്നിൽ തിരികെ വരാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദാഹം എന്നിൽ വർദ്ധിക്കട്ടെ. എന്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? വലിയ ബൈബിൾ ക്ലാസ് ഒന്നും അതിന് വേണ്ട ബ്രദർ. നിനക്ക് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയില്ലാത്തതുകൊണ്ടാണ്. കാരണം അവനാ നിന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്. എന്താ കാണുന്ന എല്ലാ പാപത്തിലും നീ പോയി വീഴുന്നേ? നിന്റെ കണ്ണിനെ നിനക്കെന്താ നിയന്ത്രിക്കാൻ പറ്റാത്തെ?
നിന്റെ ചെവി എന്താ നിയന്ത്രിക്കാൻ പറ്റാത്ത വിട്ടുകളഞ്ഞ പല ഐറ്റങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്താ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിന്നിൽ വന്ന ദൈവത്തിന്റെ ആത്മാവുമായി നിനക്ക് കൂട്ടായ്മയില്ല. ഞാൻ ചോദിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ഏതെങ്കിലും തീരുമാനം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവുമായി ചോദിച്ച്, ദൈവസന്നിധി പ്രാർത്ഥിച്ച്, അന്യഭാഷയിൽ സംസാരിച്ച് ആത്മാവിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ് നീ എങ്കിൽ നീ തൊടുന്നതൊന്നും ഒരു അബദ്ധമാകത്തില്ല, നീ തൊടുന്നതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. അതേ സമയം ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നിനക്ക് ഫെലോഷിപ്പ് ഇല്ലാതെ നിന്റെ സ്വയത്തിൽ നീ ആശ്രയിച്ചാൽ നീ എത്ര മിടുക്കനാണെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം നീ പരാജയപ്പെടും. പക്ഷെ നീ എത്ര കഴിവ് കെട്ടവനാണെങ്കിലും, എത്ര വാക്സാമർത്ഥ്യം ബുദ്ധിയില്ലാത്തവനാണെങ്കിലും, ദൈവത്തിന്റെ ആത്മാവിനെ ആശ്രയിക്കുന്ന, അവനോട് കൂട്ടായ്മയുള്ള, ആത്മദാഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഭവനത്തിൽ നീ ഒരു ജയാളിയായിരിക്കും, നിന്റെ പട്ടണത്തിൽ നീ ഒരു ജയാളിയായിരിക്കും, നിന്റെ ശുശ്രൂഷയിൽ നീ ഒരു ജയാളിയായിരിക്കും. Wherever you go, you are success. You are success. You are prosper in the name of Jesus. The one touch of Holy Spirit will change you. The one gift of Holy Spirit will change your ministry. പ്രവചനത്തിന്റെ ഒരു ആത്മാവ് നിന്റെ മേൽ വന്നു വീണാൽ, രോഗശാന്തിയുടെ ഒരു ഗിഫ്റ്റ് നിന്റെ മേൽ വന്നു വീണാൽ, വിശ്വാസത്തിന്റെ ആ ഗിഫ്റ്റ് നിന്റെ മേൽ വന്ന് വീണാൽ, വിവേചനത്തിന്റെ ആ ഗിഫ്റ്റ് നിന്റെ മേൽ വീണാൽ, എന്തിനാ 9 എണ്ണം? ഒരെണ്ണം മതി. Only one. Only one. Come on, church. I need. Thirst ഉള്ളവർ പ്രാപിച്ചോണം. അത് thirst ഉള്ളവർ അത് ഏറ്റെടുത്തോണം. തരും, നിങ്ങൾക്ക് തരും. നിങ്ങൾ ചോദിച്ചാൽ തരാന്നാ പറഞ്ഞേ. യേശു പറഞ്ഞു, ചോദിക്കുക, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. യേശു പറഞ്ഞു, ഒരപ്പനോട് ഒരു മകൻ മുട്ട ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധാത്മാവുമായി അതിശക്തമായ ബന്ധമുള്ള അപ്പോസ്തലനായിരുന്നു പൗലോസ്. ഹോളി സ്പിരിറ്റിന്റെ ഗിഫ്റ്റുകളെ കുറിച്ചും ഹോളി സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷനെ കുറിച്ചും ഏറ്റവും കൂടുതൽ എഴുതിയ മനുഷ്യനാണ് പൗലോസ്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയോഗത്തിനല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തൊരു വ്യക്തി. പൊട്ടച്ചൊല്ലും കളിവാക്കും നിങ്ങൾ പറയരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞ അഭിഷിക്തൻ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറഞ്ഞ അഭിഷിക്തൻ, ആ അഭിഷിക്തന്റെ തോളിൽ കിടന്ന റൂമാലിൽ വരെ, ആ അഭിഷിക്തന്റെ തോളിൽ കിടന്ന കർച്ചീഫിൽ വരെ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് പകൽ you need the fellowship with Holy Spirit.